ആലപ്പുഴ മുതുകുളം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കോൺഗ്രസ് വിമതർ മത്സര രംഗത്ത്. ഓരോ വാർഡിലും 2 കോൺഗ്രസ് വിമതർ വീതമാണ് മത്സരിക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വിമതനായാണ് മത്സരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് വിമതശല്യം. കോൺഗ്രസിന് വേണ്ടി ജീവിച്ചവർക്ക് സീറ്റ് നിഷേധിച്ചുവെന്നാണ് വിമതരുടെ ആരോപണം. ഞങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ കണ്ട് അഴിമതി ആരോപണത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു മന്ത്രിയെ ഇനി കേരളത്തിൽ വേണ്ട 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 എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക. ചെന്നിത്തല ഞങ്ങൾ കൊടുക്കുകയില്ല. കാരണം ഞങ്ങളുടെ ദയനീയാവസ്ഥ, ഞങ്ങളുടെ ദുഃഖം എന്താണെന്ന് ചെന്നിത്തല കേട്ടില്ല, കണ്ടില്ല, മനസ്സിലാക്കിയില്ല. അതെന്തുകൊണ്ട്? അതെ 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 ഞാൻ കോൺഗ്രസ് പ്രവർത്തക, എന്റെ കുടുംബമേ അതെ. അതുകൊണ്ട് ഇനി ഒരു അഴിമതി ആരോപണത്തിന് ഞങ്ങൾ ഇല്ലേ 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 എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് ഈ നിൽക്കുന്നവരെല്ലാം. അതായത് നമ്മുടെ ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ധിക്കാരപരമായ തീരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ചിഹ്നം കിട്ടാതെ പോയ സ്ഥാനാർത്ഥികളാണ് ഇവർ. ഈ നമ്മുടെ ഭരണം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ യഥാർത്ഥ കോൺഗ്രസ്സുകാരാണെന്നും ഇവരാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരെന്നും ജനം അംഗീകരിച്ചോളും. അപ്പം നാട്ടുകാർക്ക് മനസ്സിലാവും ആരാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരെന്നുള്ളത്. ഈ സ്ഥാനാർത്ഥിത്വം കിട്ടാതിരിക്കേണ്ട കാര്യം എന്താ? അഴിമതി ആരോപണം. ഞങ്ങൾ അഴിമതിക്കെതിരായിട്ട് പോരാടിയുണ്ട്. ഷാജഹാൻ ചേർന്നു ആലപ്പുഴയിൽ നിന്നും. ഷാജി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനുമെതിരെയാണ് ആരോപണം. ഐ ഗ്രൂപ്പ് ഒതുക്കിയെന്നാരോപിച്ച് എ ഗ്രൂപ്പ് പ്രവർത്തകരാണോ വിമതന്മാരായി രംഗത്ത് വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതേണ്ടത്. കാരണം കോൺഗ്രസിലെ തന്നെ ഒരു പ്രബല വിഭാഗമാണ് ഇപ്പോൾ മുതുകുളം പഞ്ചായത്തിൽ മത്സര രംഗത്തുള്ളത്. ഇവർക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ ജനകീയ കോടതിയിൽ തങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചെത്തിയിരിക്കുന്നത്. കാരണം ഇവർ പറയുന്നത് ഇവർക്ക് പാർട്ടി ചിഹ്നം നൽകിയില്ല, അല്ലെങ്കിൽ പാർട്ടി സീറ്റ് നൽകിയില്ല. അതിനു പകരമായി ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും, ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ ജനകീയ കൂട്ടായ്മയിലൂടെ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഏകദേശം 13 സ്ഥാനാർത്ഥികളാണ് മുതുകുളം പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് അടക്കം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അല്ലെ മുൻകാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് വേണ്ടി സീറ്റ് നൽകുകയും അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടി പാർട്ടി ചെയ്ത വ്യക്തികൾ കൂടിയാണ്. ഈ അഴിമതി ആരോപണം, അതായത് രമേശ് ചെന്നിത്തലയും അല്ല അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുമായി അടുത്തു നിൽക്കുന്ന ചിലർക്കെതിരെ ഉണ്ടായ അഴിമതി ആരോപണത്തിൽ ഇവർ ശക്തമായി ഉറച്ചു നിൽക്കുകയും ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ചെന്നിത്തല വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണമായത്. അതുകൊണ്ട് കൂടിയാണ് തങ്ങൾക്ക് സീറ്റ് നിഷേധിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അതാണ് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇപ്പോൾ ഇവർ ഈ അഴിമതിക്ക് എതിരായിട്ട് നിലകൊണ്ടതിന്റെ പേരിൽ സീറ്റ് നിഷേധിച്ചതുകൊണ്ട് ഇവർ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മത്സരരംഗത്തുള്ളത്. മുതുകുളം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹരിപ്പാട് മണ്ഡലത്തിലാണ്. രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ ഏകദേശം ഒരു പഞ്ചായത്ത് പൂർണ്ണമായിട്ടും വിമതർ മത്സരരംഗത്ത് വന്നിരിക്കുന്നത്. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.